എൻ്റെ ഡ്രോയിങ് പഠനത്തിൻ്റെ സെക്കൻഡ് ഡേ ഓഫ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണ്ണീറ്റു. അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് മീൻ കറിയൊക്കെ വെച്ചു. പിന്നെ തലേന്ന് ചപ്പാത്തിയുടെ പാക്കറ്റൊക്കെ മേടിച്ച് വെച്ചുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിട്ട് സിമ്പിളായിരുന്നു. അങ്ങനെ കുറച്ച് ചപ്പാത്തിയൊക്കെ ചുട്ടു വെച്ചു. കാരണം ഏട്ടൻ എണീക്കുമ്പോൾ എന്തെങ്കിലും കഴിച്ചോട്ടെ പാവമല്ലേ എന്നൊക്കെ കരുതി ചുട്ടു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർ കഴിച്ചോളും ഉണ്ടാക്കിയിട്ട്. എങ്കിലും എനിക്ക് ടൈം ഉണ്ടായതുകൊണ്ട് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടു വെച്ചു. അപ്പോഴത്തേക്ക് മീൻകറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തിക്കന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെ കുളിച്ച് റെഡിയായി ഞാൻ താണ്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ്. ചപ്പാത്തിക്ക് മീൻകറി തന്നെ ആയിരുന്നു ഇന്ന് സൈഡ് ഡിഷ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് നമ്മുടെ ഡ്രോയിങ് ക്ലാസ്സിന് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ 2ാമത്തെ ദിവസമാണ് ഡ്രോയിങ് പഠിക്കാനുള്ളത്. സക്സസ്ഫുള്ളി ഇതൊരു സക്സസ് ആയി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്കൂട്ടിയൊക്കെ എടുത്ത് നമ്മൾ താണ്ടെ പൊരീക്കൽ ജംഗ്ഷനിൽ നമ്മുടെ ചിത്രലേഖനിയിൽ വന്നിരിക്കുകയാണ്. അന്ന് ചെറിയ മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അതാണ് റോഡിൽ നിറയെ വെള്ളമൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് ക്ലാസ്സിലോട്ട് പോവാം. ഫ്രണ്ടിൽ വിക്സിൻ്റെ ഇൻഹേലറൊക്കെ കിടക്കുന്നത് തുറന്നൊക്കെ പോയേക്കുന്നു കേട്ടോ. വണ്ടിയിൽ ഇരുന്നപ്പോൾ പോയതാന്ന് തോന്നുന്നു. ചെറിയൊരു പനിയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് എടുത്ത് വെച്ചതാണ്. കുറേ കുഞ്ഞു പിള്ളേരുടെ ചെരുപ്പിൻ്റെ ഇടയിൽ ഞാൻ വലിയ എൻ്റെ ചെരുപ്പ് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് ക്ലാസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സിൽ കയറിയ ഉടനെ നല്ല കുട്ടിയായിട്ട് ഞാൻ എൻ്റെ ബുക്കും അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള എൻ്റെ ആയുധങ്ങളും ഒക്കെ എടുത്ത് നിരത്തി വെച്ചിട്ടിരിക്കുകയാണ്. പിന്നെ എന്നൊരു സന്തോഷ വാർത്തയുണ്ട്, എനിക്ക് പുതിയ 2 എക്യുപ്മെൻറ്റ്സ് കിട്ടി മക്കളെ. എന്താണെന്ന് ചോദിച്ചാൽ ഒരു മെക്കാനിക്കൽ പെൻസിലും പിന്നെ അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രോയിങ് പെൻസിലിൻ്റെ സെറ്റുമായിരുന്നു. ആദ്യമായിട്ടാണ് ഇതൊക്കെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയത്. ഐ എം സോ ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ നേരെ എനിക്ക് ആർഷ ഈ വട്ടം വരയ്ക്കാൻ തന്നിട്ടുള്ളത് ട്രീസിൻ്റെ കുറേ സെറ്റ്സ് ആയിരുന്നു. അങ്ങനെ ഞാൻ ട്രീയുടെ ഔട്ട്ലൈനൊക്കെ വരച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഇലയൊക്കെ എങ്ങനെ വരയ്ക്കാമെന്ന് കാണിച്ചു തന്നു. ഞാൻ ഇനി എൻ്റെ ഫുൾ കഴിവ് പുറത്തെടുത്തിട്ട് ഇലയും മാങ്ങയും ഒക്കെ വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം എന്താ, ഇതാണ് ആർഷ വരച്ച ഇല. അതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ മക്കളെ ഞാൻ വരച്ചതിന്? നിങ്ങളൊന്ന് പറയണേ. അങ്ങനെ ഇലയും മാങ്ങയും ഒക്കെ വരച്ചു കഴിഞ്ഞപ്പം എനിക്ക് ആ ഒരു ബ്രാഞ്ചസിൻ്റെ ഷെയ്ഡിങ് ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഈ ഒരു മാംഗോ ട്രീ ഞാൻ താണ്ടെ ഈ ഒരു മാവാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാവ് കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്കും എനിക്കടുത്തത് ഒരു പ്ലാവാണ് മക്കളെ കിട്ടിയത്. അങ്ങനെ ഞാൻ ആ പ്ലാവിൻ്റെ ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആർഷ എനിക്ക് എങ്ങനെ ഇല വരയ്ക്കാമെന്നും അതുപോലെ തന്നെ ചക്ക എങ്ങനെ വരയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നു. ഇത് എൻ്റെ സാറിൻ്റെ മക്കളാണ് കേട്ടോ. ഒരാളോടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം പഠിപ്പിച്ച ആളുടെ മക്കളുടെ കൂട്ടിരുന്ന് പഠിക്കാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടി കേട്ടോ. അപ്പം നമ്മൾ താണ്ടെ ഏകദേശം ഇലയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സാറിൻ്റെ മക്കൾ താണ്ടെ ട്വിൻസാണ് അവർ കേട്ടോ. അപ്പം നമുക്കിനി പെട്ടെന്ന് നമ്മുടെ പ്ലാവം കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ചക്കയൊക്കെ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. കണ്ടിട്ട് ചക്കയാണെന്നും പ്ലാവാണെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് പറയണേ. അങ്ങനെ നമ്മുടെ മാവും പ്ലാവും ഒക്കെ വരച്ചു കഴിഞ്ഞ് കയ്യിലോട്ട് കിട്ടിയതൊരു ആൽമരമായിരുന്നു. എന്നാൽ അതങ്ങ് പൊളിപ്പിച്ചേക്കാന്ന് കരുതി ഞാനൊരു ഔട്ട്ലൈൻ ഒക്കെ വരച്ചു. നമ്മൾ വരയ്ക്കുന്നതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ആർഷ സൂപ്പറായിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതിനും ഇലയൊക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്ന് ഞാൻ ഇലയൊക്കെ നൈസിനൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ പറയണേ നിങ്ങൾ. പിന്നെ അതിനും ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ വരച്ചു. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഈ മരത്തിലേക്കാണ് കടന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അടുത്ത ക്ലാസ്സിലേക്കെന്നും പറഞ്ഞിട്ട് ഞാൻ താണ്ടെ ഇറങ്ങാൻ പോവാണ്. പിള്ളേരെയൊക്കെ വിളിക്കാൻ പേരൻസ് ഒക്കെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ മുതിർന്ന് വലുതായതുകൊണ്ട് എന്നെ വിളിക്കാൻ ആരും വന്നില്ല കേട്ടോ. അന്ന് ചെറിയൊരു ജലദോഷപ്പനി ഉണ്ടതുകൊണ്ട് തൊണ്ടയ്ക്കിടാനുള്ളതും മൂക്കി പിടിക്കാനുള്ളതും എല്ലാം കൊണ്ടാണ് ഇറങ്ങിയത്. പിന്നെ അതുപോലെ നമുക്ക് കിട്ടിയ 2 സാധനങ്ങൾ ഒരു പാക്കറ്റിലാക്കാന്ന് കരുതി ഒരു പൗച്ച് മേടിക്കാനായിട്ട് ഞാൻ നമ്മുടെ മാധവം ബുക്ക് സ്റ്റോളിൽ കയറി കേട്ടോ. നമ്മുടെ പൊരിക്ക് തന്നെയുള്ള ചേച്ചിയുടെ കടയാണ്. ഞാൻ സ്ഥിരമായിട്ട് ബുക്സൊക്കെ അവിടുന്ന് മേടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പൗച്ചൊക്കെ തപ്പുകയാണ്. പിള്ളേർക്കുള്ള പൊളപ്പ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചി എനിക്ക് ഇതൊന്നും വേണ്ട, ഇച്ചിരി കൂടെ കണ്ടാൽ കുട്ടിത്വം തോന്നാത്ത രീതിയിലുള്ളൊരു സാധനം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി എനിക്ക് തപ്പി പിടിച്ചൊരു പൗച്ച് എടുത്തു തന്നു കേട്ടോ. അപ്പം നിങ്ങൾ കരുതുന്നതാ ഇതാണ് ഞാൻ വാങ്ങിയ പൗച്ചെന്ന്? അല്ല മക്കളെ, അല്ല. അതാണ് ഞാൻ വാങ്ങിയ പൗച്ച്. നമുക്ക് ഇന്ന് കിട്ടിയ നമ്മളുടെ കൈപ്പണി സാധനങ്ങളെല്ലാം ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു പൗച്ച് ഞാൻ വാങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇതും അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഈ കൈ ഇരിക്കുന്ന സാധനമാണ് എടുത്തത്. അങ്ങനെ അതൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ പിള്ളേരെടുത്ത് പയറ്റേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷൻ പിള്ളേർക്ക് ട്യൂഷനൊക്കെ എടുത്ത് ആ ഒരു ദിവസം അങ്ങ് പോയി.